യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, അങ്ങേക്ക് ആരാധന നാഥൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൂത് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സന്ദേശം അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല. ഒന്നാമത്, ഇത് കാണുന്നവർ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ കാര്യം എങ്ങനെ എന്നതിന് ഉത്തരമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇല്ല, പകരം ഒരത്ഭുത രൂപത്തിൽ ഇന്നെൻ്റെ കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രമേ ദയവായി ഇത് കാണാവൂ. രണ്ടാമതായി, യാതൊരു മുൻവിധികളും കൂടാതെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രം ഇന്നത്തെ സന്ദേശം കേൾക്കുക. കാരണം സാധാരണ കേട്ടുവരുന്ന ശുശ്രൂഷകളിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി കർത്താവ് എന്നെ ലീഡ് ചെയ്യുന്ന ഒരു പുതിയ പാന്താവിലാണ് ഇന്നത്തെ മിനിസ്ട്രി മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം, ഈ കുറേ മണിക്കൂറുകളായിട്ട് പ്രശ്നബാധിതരായി അതിസങ്കീർണമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒത്തിരി പേരെ വേഗം ഒരു പോംവഴി തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ആത്മാവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇന്നത്തെ ദൂത് സംസാരിക്കുന്നത്. സ്വാഭാവികമായി ഒരു പ്രസംഗം നടത്തുന്ന ഒരു മനോഭാവത്തിലോ രീതിയിലോ അല്ല ഇപ്പോഴത്തെ എൻ്റെ ഒരു ആത്മീക സ്വഭാവം ഒരുങ്ങിയിരിക്കുന്നത്. പ്രശ്നബാധിതമായൊരു മേഖലയിൽ നിന്ന് ഒരാളെ വേഗത്തിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്നദ്ധനായിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ നിലയിലാണ് ഇപ്പോഴത്തെ ഒരു സ്പിരിച്വൽ റൂട്ട് സെറ്റായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ ഗുണഭോക്താക്കളാകാൻ പോകുന്ന വ്യക്തികൾ ഒരത്ഭുതം വിശ്വസിക്കുന്നവരും, രണ്ട്, ഇന്ന് ഞാൻ പറയുന്ന കാര്യം സ്നേഹത്തോടെ അനുസരിക്കുന്നവരുമായിരിക്കണം. പ്രായോഗികമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഒരു വിമർശന ബുദ്ധിയാ കാണാൻ തയ്യാറാകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളതല്ല ഇന്നത്തെ വീഡിയോ എന്ന് ആദ്യമേ തന്നെ സ്നേഹത്തോടെ പറയട്ടെ. ഇനിയും നമ്മളുടെ ഇപ്പോഴത്തെ സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഒരു വചനത്തിലെ തിരുവെഴുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോംവഴി സൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇന്നത്തെ ദൂതിൻ്റെ അകത്ത്, ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് കർത്താവിൽ സജ്ജമാക്കിയപ്പെട്ടിരിക്കുന്ന നിയോഗം. അതുകൊണ്ട് നമ്മൾ വളരെ ഒരുക്കത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ വേണം ഇന്നത്തെ ദൂത് കാണാൻ, അനുഭവിക്കാൻ, ചെയ്യാൻ. ഓക്കെ, എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ, കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ ക്രിസ്തീയ വന്ദനവും ഇത്തരണത്തിൽ നിങ്ങൾക്കറിയിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ പകല് സഭയിൽ നടന്ന ഡെലിവറൻസ് മീറ്റിങ്ങിനോടനുബന്ധമായി ലൈഫിൽ സ്റ്റക്കായി ഒരു ചലനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടമോ വലമോ പോകാൻ വയ്യാത്ത നിലയിൽ നിന്നിരുന്ന വ്യക്തികൾക്ക് കൂട്ടത്തോടു കൂടിയുള്ളൊരു വിടുതലാണ് കർത്താവ് ഒരുക്കിയത്. ഇന്നലെ മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്തവർക്ക് അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഒരുപാട് പേർ അതിനുശേഷം ഞങ്ങളെ വിളിച്ചു, ആ സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയട്ടെ. 8 എന്ന നമ്പർ, 8 എന്ന് പറയുന്ന സംഖ്യ, ഇന്നത്തെ ഈ ഒരു ദിവസം 8 എന്ന് പറയുന്ന സംഖ്യ നമ്മുടെ ക്ലോക്കിൽ 2 തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്, രാവിലെയും രാത്രിയിലും. 8 മണി എന്ന് പറയുന്ന ഈ സമയവുമായി ബന്ധപ്പെട്ട് ചില ദൈവികമായ വിടുതലുകൾ വളരെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ലൈഫിനകത്ത് കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കും. ഒരു പക്ഷേ 8 o'clock വിളിക്കാം, അല്ലെങ്കിൽ ആ സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാം തുടങ്ങിയൊക്കെ ഒരു ധാരണ, മറ്റു വേറെ ചർച്ചകളൊന്നും കൂടാതെ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകാം, നമുക്ക് 8 മണിക്ക് പുറപ്പെടാം, അല്ലെങ്കിൽ 8 മണിക്ക് ഞാൻ വിളിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിരുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി ഇന്നെന്നെ കേൾക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇത് വെളിപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നിങ്ങളൊരു പ്രതീക്ഷയില്ലാതായിരിക്കും ആ കാര്യത്തിനു വേണ്ടി ഇറങ്ങുന്നത്, ഒരു മുന്നൊരുക്കം ഇല്ലാതായിരിക്കും ആ കാര്യത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ ഒരു വലിയ സന്തോഷത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് കർത്താവ് അതിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
വ്യക്തമായ ഒരു മുന്നൊരുക്കം ഈ വിഷയത്തിൽ എടുക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ അറിയിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവിനോട് ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒരു പ്ലേസ്മെൻറ്റ്, ജോലിയാകാം, മറ്റേതെങ്കിലും വിധത്തിലൊരു സ്ഥാനം അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിലവിൽ എല്ലാ കടമ്പകളും കടന്ന് ഒരു മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അന്നേരം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഉത്തരം കിട്ടിയിട്ടുള്ളത്, ഞങ്ങൾ അറിയിക്കാം, കുറച്ച് സമയം ഇതിന് പുറകിൽ എടുക്കും എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇട്ടിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന നിലയിൽ ഉത്തരവാദിത്വപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മറുപടി നൽകി നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, കിട്ടുമോ, കിട്ടിയാൽ ഭാഗ്യമെന്ന നിലയിൽ യേശുവേ അത് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഈ കാര്യം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. അത് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഇന്ന് ഈ ദൈവാലോചന കേട്ട് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാലതാമസം വന്ന് അല്ലെങ്കിൽ കുറേ നാളുകൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ, നിങ്ങളവിടെ എത്തുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്നൊരു മെയിലോ ഒരു ഫോൺ കോളോ വരികയും നിങ്ങൾ പെട്ടെന്ന് റെഡിയാണെങ്കിൽ വരിക എന്ന നിലയിലുള്ള ഒരു അറിയിപ്പ് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു കാലതാമസം ആ വിഷയത്തിലുണ്ടാകുന്നത്, ഒരു വെയിറ്റിംഗ് പീരീഡ് ഇനിയില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ പോകേണ്ടതായിട്ട് വരും. ഞാൻ മുമ്പ് 8 മണി എന്ന് പറയുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചില കൃത്യമായ അറിയിപ്പുകൾ നിങ്ങളെ തേടി വന്നെന്നിരിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഇതൊരുങ്ങുക. എനിക്കിപ്പം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 10-24 ആൾക്കാരുടെ മുഖം കർത്താവിനെ കാണിച്ചു ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്താണ് ഈ മാറ്റം നടക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കാണുന്ന ഈ ശുശ്രൂഷയ്ക്കകത്ത് ഈ ചെറിയ നമ്പറോ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്ന ഗൗരവ അവസ്ഥ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ വിടുതൽ അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യം കൃപയാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും ഇന്നത്തെ ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന സന്ദേശത്തിലേക്ക് പെട്ടെന്ന് കടന്നിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞു ഇതൊരു പ്രസംഗിച്ച് തീർക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. പകരം ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് ഒരു സ്ഥിതിവിശേഷത്തിന് മാറ്റം സൃഷ്ടിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഇന്നത്തെ ദൂതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാധാരമായിരിക്കുന്ന ദൈവവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി. അടുത്ത വാക്കാണ് നമുക്കുള്ള മെസ്സേജ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. യേശുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് തന്നെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ പറയുന്ന വാക്കിതാണ്: ദാവീദിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അടുത്ത വാക്ക്, ആരും അടയ്ക്കാതെ വണ്ണം ഞാൻ തുറക്കും, ആരും തുറക്കാത്ത വിധം ഞാൻ അടയ്ക്കുകയും ചെയ്യും. ഈ ഒരു ദൈവിക വിവരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ മുമ്പിൽ യേശു നേരിട്ട് വന്ന് ഈ വാക്ക് പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം, ചിലത് തുറക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുടെ മുമ്പിൽ വളരെ അനിവാര്യമായി പെട്ടെന്നൊരു മാറ്റം, ഒരു ഓപ്പണിംഗ് ഉണ്ടായേ എനിക്ക് പറ്റത്തുള്ളൂ എന്നുള്ള നിലയിൽ നിങ്ങളെ അലട്ടുന്ന ആ വലിയ വിഷയത്തിൽ ഈ വചനം വെച്ച് വേണം നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ. കാരണം കർത്താവിൻ്റെ ആത്മാവ് ഒരു വചനം ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ നമ്മുടെ കാതിൽ കേൾപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുതെ വരുന്നതല്ല. അതൊരു ഡിവൈൻ അഫർമേഷനാണ്. സ്വർഗത്തിൽ നിന്ന് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക മെസ്സേജാണ് ഇത്. ഈ സമയം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന വചനത്തിന് ഒരു വലിയ ദൗത്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചുരുക്കത്തിൽ, നിങ്ങളുടെ കൈകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ
നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്ന ഈ നേരത്തിൽ ഈ ദൈവവചനം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ പരിശുദ്ധമായ വചനത്തിൽ യേശു തന്നെക്കുറിച്ച് പറയുന്ന ഈ വാക്ക് നിങ്ങളുടെ മുമ്പിൽ എടുത്തിതാ വെളിപ്പെടുത്തുന്നു. ദാവീദിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതായത് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന്റെ രൂപം ഒരു താക്കോൽധാരിയുടെ രൂപത്തിലാണ് യേശു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു താക്കോൽ പിടിച്ചുകൊണ്ടാണ് കർത്താവ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഈ വചനം എന്ന് വെളിപ്പെടുമ്പോൾ എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരം തുറക്കുന്ന വാതിലിലേക്ക് ഉപയോഗിക്കാനുള്ള താക്കോലുമായിട്ട് യേശു വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് കാര്യത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്രകാരം നമ്മളുടെ മുൻപിൽ ആവശ്യം എന്തുമായിക്കോട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ ആവശ്യം എന്തുമായിക്കോട്ടെ, അതെത്ര വലിയ തുകയായിക്കോട്ടെ, രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, പ്രാണനോ ജീവനോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ തല പോകുന്ന ഒരു കേസോ അതിൻ്റെ മുമ്പിലുള്ള സംഘർഷമോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു വലിയ ബഹളമോ കലഹമോ പ്രശ്നമോ ഒരിക്കലും ശാന്തമാകില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമോ എന്തു ആയിക്കോട്ടെ, എന്ത് കാര്യവും ഏറ്റെടുക്കും. ഈ ദൂതിന്റെ അകത്ത് ഇന്ന് മനുഷ്യനായി ഭൂമിയിൽ പിറന്നിരിക്കുന്നവൻ കടന്നു പോകുന്ന ഏത് തല പോകുന്ന പ്രശ്നവും ഇന്ന് പരിഗണിച്ചിരിക്കും. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, എന്നിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ഈ അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ നേരത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ലാതെ നിങ്ങൾ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ദൈവവചനമാണ് നിങ്ങൾക്കുള്ള പിടിവള്ളി. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന കർത്താവിന്റെ പ്രത്യേകത, അവിടുത്തെ കരത്തിൽ താക്കോലിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ താക്കോൽ നിങ്ങൾക്ക് വേണ്ടി ആരാലും തുറക്കാൻ പറ്റാത്തത് തുറക്കാൻ വേണ്ടിയുള്ള ഒരിടപാടാണ് അതിൽ നടക്കുന്നത്. 2, നിലവിൽ നിങ്ങൾക്ക് നേരെ പ്രശ്നങ്ങൾ തുറന്നിരിക്കുന്ന ചില ഡോറുകൾ, അത് കൃത്യമായി ഇന്നത്തെ ഈ നേരം യേശുവിന്റെ നാമത്തിൽ അതിൽ ലോക്കാകുകയാണ്, ക്ലോസ് ആകുക. ഇനി അതിനകത്തോടെ അത് കയറി വരില്ല. ദൈവ പൈതലേ, നിന്റെ ശരീരം കഴിഞ്ഞ കുറെ കാലമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതം തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന കുറെ സംഘർഷകരമായ പ്രശ്നങ്ങളാണ്, കുറെ വ്യക്തികളുമായിട്ടുള്ള ഇടപാടാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റം വരികയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ശുശ്രൂഷയിൽ കയറിയേക്കുന്നത്. എൻ്റെ ദൂതിൻ്റെ മുമ്പിൽ നിന്ന് ജീവിതത്തിൻ്റെ മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന കുറേയധികം മനുഷ്യരെയാണ് വ്യക്തമായിട്ട് ഞാൻ കാണുന്നത്. കർത്താവ് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ആലോചന തരുന്നത്. നിങ്ങളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന യേശു താക്കോൽധാരിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നു. 2, നിനക്ക് എതിരായി നിൽക്കുന്നതും നിനക്ക് സങ്കടം വരുത്തുന്നതുമായ വിഷയങ്ങളുടെ കടന്നുകയറ്റം ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണോ അതെല്ലാം ഇന്ന് അടച്ചു പൂട്ടും. ഇനി തുറക്കപ്പെടാത്ത വിധം അത് അടച്ചു പൂട്ടും. ഈ കാര്യം പറയുമ്പോൾ ഒരു പ്രധാന വിഷയം കൂടെ എടുത്തു പറയട്ടെ. 4 വ്യക്തികളുമായി ബന്ധപ്പെട്ട് 4 വ്യക്തികളെയാണ് കർത്താവിനെ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തമായിരിക്കുന്ന എതിരിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന 4 വ്യക്തികൾ. ഇത് 4 ഒന്നിച്ചൊന്നായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു സമാധാനവും ഇല്ല, നിങ്ങളെ കൊണ്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, ആ 4 വ്യക്തികൾ നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന വല്ലാത്ത വേദന, ആ വിഷയത്തിന് ഇന്ന് തീർപ്പാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുവിൽ നിന്ന് അവർ അത് ഉപേക്ഷിച്ചിട്ട് പല വഴിയിലേക്ക് പോകുന്ന വിധത്തിൽ കർത്താവ് ഇന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ സോണിൽ നിന്ന് അവരെ മാറ്റിയിരിക്കും. നിങ്ങൾക്കിന്ന് സ്വസ്ഥത ഉണ്ടാവും. ധൈര്യമായിട്ട് വിശ്വസിച്ചു. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. നടക്കാൻ പോകുന്നതായി പറയുന്നത്. നിനക്കിന്ന് ആശ്ചര്യഭരിതമാം വിധം സ്വസ്ഥത കർത്താവ് തരും. ഈ വിഷയത്തിൽ നിനക്ക് നേരെ
സകലമാന ദ്രോഹങ്ങളും ഒരുക്കാൻ വേണ്ടി ചട്ടം കെട്ടി എഴുന്നേറ്റിരിക്കുന്നവരെ കർത്താവ് ഇന്ന് നിൻ്റെ ലൈഫിനകത്തു നിന്നും ഒരു വിനയം ഉണ്ടാക്കാത്ത വിധം അവരെ മാറ്റും. ഡോറുകൾ ചിലത് അടയുമെന്ന് മാത്രമല്ല, നിൻ്റെ ജീവിതം ഇപ്പോഴിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുതിയതിലേക്ക് കയറാനുള്ള ഒരത്ഭുതത്തിൻ്റെ ഓപ്പണിങ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ആമേൻ. ദാവീദിൻ്റെ താക്കോലുള്ളവൻ അവിടുന്ന് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജീവിതത്തിലെ നിശബ്ദമായി പോയ ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി വാ തുറക്കും. അതായത് ഞാൻ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല, ഞാൻ ഇനി അവൻ്റെ കാര്യത്തിനകത്ത് അനങ്ങത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന നിലയിൽ നമുക്ക് വന്നുപോയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മളെ സഹായിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടായിട്ടും മൈൻഡ് ഇല്ലാതിരിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ. അവരെ നോക്കിയാണ് കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായിട്ട് ഈ വ്യക്തികളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കൃപയാൽ ഇന്ന് തുറന്നു വരും. യേശുവിനോട് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ദൈവിക ഇടപെടൽ ആ വ്യക്തികളുടെ മനസ്സിൽ നിന്നുണ്ടാകും. അതായത് നീണ്ട നാളുകളായി നിശബ്ദമായി പോയ ബന്ധങ്ങൾക്കിടയിൽ സന്തോഷത്തിൻ്റെ ശബ്ദം ഉടലെടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഈ വാക്ക് വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ഈ മണിനാദമില്ലേ, കുഞ്ഞു മണികൾ, കീബോർഡിലൊക്കെ ആണെങ്കിൽ ചർച്ച് ബെൽസ് എന്ന് പറയുന്നൊരു ടോണുണ്ട്. ആ രീതിയിലുള്ള പല മണികൾ ഇങ്ങനെ കിലുങ്ങുന്ന ശബ്ദമാണ്. അപ്പം സൈലൻ്റായി പോയിടത്തു നിന്നും ഒരു ഡിവോഷണൽ വോയിസ് ഉയർന്നു വരുന്ന പോലെ നിങ്ങൾക്ക് ആശ്വാസപ്രദമായിരിക്കുന്ന ഒരു സമീപനവും ഇടപെടലും ദൈവകൃപയാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ചില വ്യക്തികളിൽ നിന്നുണ്ടാകും. നിങ്ങളെ ഇനിയും പരിഗണിക്കും, നിങ്ങളെ ഇനിയും സഹായിക്കും, നിങ്ങൾക്ക് വേണ്ടി അവരിനിയും വാ തുറക്കും. ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് കുറേ കാലമായിട്ട് നിങ്ങളോട് തെറ്റി നിന്ന ആൾക്കാർ ഇന്ന് സ്നേഹത്തോടെ നിങ്ങളോട് അടുക്കുന്ന ദിവസമായിരിക്കും. അച്ചട്ടായിട്ട് ഇന്ന് നടക്കും. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് ഇതിൻ്റെയൊക്കെ ടെസ്റ്റിമണികൾ എനിക്ക് ഇതിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് കിട്ടണം. ദൈവകൃപയാൽ ഞാൻ അതിനോട് വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ. രണ്ടാമത്തെ കാര്യം, ഈ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്ന നാളുകളിൽ നിങ്ങളിലേക്കുണ്ടായിരുന്ന ഒരു ആത്മാവിൻ്റെ ഒരു ഒഴുക്കുണ്ട് പലർക്കും. ദർശനങ്ങൾ കാണുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നു, പക്ഷെ കുറച്ച് നാളായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. എവിടെയൊക്കെയോ ബന്ധനങ്ങൾ വന്നുപോയി. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഈ ശുശ്രൂഷയുടെ നടുവിൽ കർത്താവ് ആ ഡോർ പിന്നെ ഓപ്പൺ ചെയ്യുക. മനസ്സിലായോ? നിങ്ങളിലേക്ക് പ്രവാഹം ഇന്ന് നടക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ചില അയോഗ്യതയുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ നിന്നെ വന്നൊരു ദൈവ തേജസ് പൊതിയും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ നടക്കും. ദാറ്റ് മീൻസ് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് വാ തുറന്ന് നിങ്ങളോട് പറയുന്ന വിധത്തിലുള്ള ഒരു അനുഭവതലം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിനാൽ ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്ന ഒരു നേരമാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ അത് നടക്കട്ടെ. ആമേൻ. ഒരിക്കലും നടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവകൃപയാൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്നലെ ഒരമ്മ എന്നോട് വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ചർച്ചിൽ അവർ കാലുകുത്തി അന്ന് തൊട്ട് അവരുടെ മകൻ വിദേശത്ത് പോകാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ ഫണ്ട് കൊടുത്തു, പൈസ കൊടുത്തു, കൊണ്ടുപോയില്ല, ചീറ്റിംഗ് ആയിരുന്നു. അപ്പം അയാൾ അതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മുങ്ങിയൊരുത്തനാണ്. പക്ഷേ ഈ അമ്മ ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ളൊരു കാര്യമല്ലേ, നിസ്സാരമല്ലല്ലോ. അന്നേരം ഈ മകനെയും കൊണ്ട് ഈ അമ്മ ഇതിനിടയ്ക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോടങ്ങ് പറഞ്ഞ് ഇവർ ഫസ്റ്റ് എങ്ങനെയും ഈ കാര്യം ഒന്ന് പ്രാർത്ഥിച്ച് നേരെയാക്കിത്താ. ദൈവമക്കളെ, ഞാൻ അതിനു വേണ്ടി ഒരു 7 or 8 തവണ പ്രാർത്ഥിച്ചു. ഇന്നലെ അമ്മ വളരെ ഹാപ്പി ആയിട്ട് വന്നു. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ ആർക്കും അമ്മ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരുടെ അക്കൗണ്ട് ആ വിഷയം സെറ്റിൽ ചെയ്ത് അക്കൗണ്ടിൽ ക്യാഷ് അയച്ചു കൊടുത്തു. മുടങ്ങിപ്പോയി തിരിച്ച് തരത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മേലൊരു ചലനം ഇന്നുണ്ടാകും. വാതിൽ തുറക്കും. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ കരത്തിലെ അത്ഭുതത്തിൻ്റെ താക്കോൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചലിക്കത്തില്ലെന്ന് കരുതുന്ന വിഷയത്തിന് മേൽ ഇന്നിടും, തുറക്കപ്പെടും. ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. ആൾക്കാർ അടച്ചുപൂട്ടിയ വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. തന്ത്രപരമായി നിങ്ങൾക്ക് നേരെ മത്സരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞ് ഇറക്കിവിട്ട ചില ജോലിപരമായ വിഷയങ്ങൾ, ചില നന്മകൾ, ചില അസറ്റുകൾ, കർത്താവിൻ്റെ കൃപയാൽ അതെല്ലാം നടക്കും. ഇനിയും എല്ലാറ്റിലും ഉപരിയായിട്ട് കാര്യമാണ് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്
സ്വന്തം പരാജയം നിമിത്തം നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, സ്വന്തം പരാജയവും പ്രവൃത്തിദോഷവും നിമിത്തം പെട്ടെന്നുണ്ടായൊരു ശോഭ നിമിത്തമൊക്കെ പറഞ്ഞതും എടുത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ അതൊരു വിവേകശൂന്യമായ തീരുമാനമായി പോയല്ലോ എന്നോർത്ത് ഇന്ന് ദുഃഖിക്കുന്ന ചില കാര്യങ്ങൾക്ക് പകരം കർത്താവ് അതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം. ഇന്നത്തെ ഈ താക്കോൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വീഴാൻ പോകുന്നു. ഇത്രയും ആലോചന കേട്ടവരോട് ആണ് ഇനി എനിക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ഇന്ന് വിശ്വാസത്താൽ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിറങ്ങണം. ഒരുങ്ങിയിറങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു ദൂതിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ഒരു ദാസൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം കേട്ടവരെന്ന നിലയിൽ നിങ്ങൾ വളരെ അനുസരണ മനോഭാവത്തോടു കൂടെ വേണം ഈ കാര്യം ചെയ്യാൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീടല്ലാത്ത ഒരു കതക്, ഒരു വാതിൽ, അതിൻ്റെ അകത്ത് പ്രാർത്ഥനാപൂർവം ഇന്ന് കയറണം. ഇത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുകയില്ല, പറഞ്ഞുതരാം. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു ബാങ്കിൻ്റെയോ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു ബാങ്കിലെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളിത് ബാങ്കിൽ വേണമെന്ന് കയറാൻ. നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ, ഒരു ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ട് ഏതാണ്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ഡോറ് തുറന്ന് വേണം നിങ്ങൾ കയറാൻ. ഇപ്പോൾ ഏതാണ്ട് കാര്യം മനസ്സിലായി. നിങ്ങളൊരു പച്ചക്കറിക്കട തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പച്ചക്കറി വിൽക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഷോപ്പിലോ ആയിരിക്കണം നിങ്ങളിന്ന് കയറാൻ. നിങ്ങളുടെ ലൈഫ്, നിങ്ങളൊരു നേഴ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് വേണം ഇന്ന് കയറാൻ. അപ്പം എവിടെയാണോ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത്തരത്തിൽ അതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു ഡോർ ഉള്ള ഒരു സ്ഥാപനം, അവിടെ നിങ്ങൾ ചെല്ലണം. വെൽ ഡ്രസ്ഡ് ആയിട്ട് വേണം പോകാൻ, നന്നായിട്ട് ഒരുങ്ങി വേണം പോകാൻ. ഒരു കാര്യം കൂടെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ചുമ്മാ പോകരുത്. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പെർഫ്യൂമോ പൗഡറോ, നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് തന്നെ സന്തോഷം പകരുന്ന പുതിയൊരു സ്മെല്ല് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചോദ്യം ചെയ്യാതെ അങ്ങ് അനുസരിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു പാസ്റ്റർ എന്താണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഇത് എന്താ ഇങ്ങനെ? ഇതൊരു പ്രോഫറ്റിക്കൽ ആക്ഷനാണ്. ഞാൻ അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് യുക്തിപരമായ ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതിനകത്ത് യുക്തിപരമായ ഒരു കാര്യവുമില്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, ഈ ശുശ്രൂഷ ഇന്ന് പറയുന്നത് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വിശദീകരിച്ച് പഠിക്കാനോ കുറിപ്പെഴുതാനോ ഉള്ള പ്രസംഗമോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനൊക്കെ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്, നമ്മുടെ ചാനലിലും ഉണ്ട്. തൽക്കാലം ഇന്നത്തെ ദൂത് അതല്ല. ഇന്നത്തെ ദൂത് ഒരു പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മെസ്സേജാണ്. ജീവിതത്തിനകത്തൊരു പ്രായോഗികമായ ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത്. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിട്ട് ജെറീഹോ പട്ടണം കീഴടക്കാൻ നേരം അവരോട് പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. സൈലൻ്റ് ആയിട്ട് 6 ദിവസം നടക്കുക, 7-ാം ദിവസം 7 തവണ നടക്കണം, 6 കുടികയും വേണം. യോശുവ ചോദ്യം ചെയ്തോ? ഇല്ല. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ തന്നെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ ചെയ്തോളുക. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ഇതാ സജ്ജമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഇന്ന് അതിന് സമാനമായിരിക്കുന്ന ഒന്നിലേക്ക് പോകണം. ചെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ഡോറ് തുറക്കണം. യേശുവിൻ്റെ കരത്തിലിരിക്കുന്ന അത്ഭുതത്തിൻ്റെ താക്കോലിനാൽ എൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം, മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ആ കതക് തുറക്കാൻ. അങ്ങനെ തുറന്ന് അതിനകത്തേക്ക് കയറുക. സന്തോഷത്തോടെ ഒരു 2-3 സെക്കൻഡുകൾ അവിടെ നിങ്ങൾ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ സമയം സ്വസ്ഥമായിട്ട് ചെലവിടുക. ആ ടൈമിൽ ഫോൺ നോക്കാനോ മറ്റ് യാതൊരുവിധ ഡിസ്റ്റർബൻസിലേക്ക് പോകാനോ പാടില്ല. നിങ്ങളുടെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കണം. ഈ കേട്ട ദൂത്, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ശബ്ദം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കണം. സ്വസ്ഥമായി നിങ്ങളുടെ ജീവിതം ഉയർത്താൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ സഹോദരനായ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്കുകൾ, നിങ്ങളുടെ മുമ്പിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കർത്താവിൻ്റെ ദാസനായ എൻ്റെ ശബ്ദം, അതും മാത്രം മതി നിങ്ങളുടെ കാതിൽ. മറ്റൊന്നും ആ നേരം വേണ്ട. അതുമാത്രം ഫീൽ ചെയ്തുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പുതിയ വാതിൽ തുറന്ന് അകത്ത് കയറുക.
സന്തോഷത്തോടെ നിങ്ങളുടെ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ വേണേൽ അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് കുടിച്ചു. എന്നിട്ട് ഒരു പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ സന്തോഷിച്ച് ചിരിച്ച് വേണം ഇറങ്ങി വരാൻ. ആഹ്ലാദഭരിതരായി തിരിച്ചിറങ്ങുക. നിങ്ങൾ എന്തിനവിടെ ചെന്നു? മറ്റാർക്കും അറിയണ്ട, പക്ഷെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അസാധാരണമായൊരു ഗ്രേസ് ഉണ്ട്. നിങ്ങളെ കാണുന്ന ഒരാൾ അവിടെ നിങ്ങളെ കാണുമ്പോൾ ആകാംക്ഷയോടെ നോക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഒരു അപ്പിയറൻസ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ വിധത്തിൽ എൻ്റർ ചെയ്ത് സന്തോഷത്തോടെ നിങ്ങൾ പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ ചില മിനിറ്റുകൾ അവിടെ ഇരുന്ന് യേശുവിന് എൻ്റെ ജീവിതം മാനിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് കരമുയർത്തി, കർത്താവേ എൻ്റെ ജീവിതം മാനിച്ചതിന് നന്ദി എന്ന് അന്തസ്സോടെ പറഞ്ഞ് അവിടുന്ന് തിരിച്ചിറങ്ങിപ്പോരാൻ. വാതിൽ റെഡിയാണ്. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ തുറക്കുകയാണ് ഈ കാര്യം. ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാത്ത വിധം അടയ്ക്കുന്നവൻ, നിങ്ങളോട് ഇന്ന് ഈ കാര്യം ഇതാ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. അവസാനം ഞാൻ പറഞ്ഞ ഈ ഒരു ദൗത്യം വെറുതെ ഇരുന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയല്ല, ഇതൊരു പ്രെയർ വോക്കാണ്. ഈ വിധത്തിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ സന്തോഷകരമായ മാറ്റം എന്തായിരുന്നു എന്ന് കേൾക്കാൻ ഇനിയുള്ള മണിക്കൂറുകളിൽ ഞാനും കാത്തിരിക്കുന്നു. സുവർണവാതിലുകൾ തുറക്കപ്പെടും. സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് വരും. നിരാശ നിറഞ്ഞ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണീർ നിങ്ങൾ പൊഴിക്കും. വേദന കൊണ്ട് നെടുവീർപ്പെട്ട നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദങ്ങൾ ചേക്കേറും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും കർത്താവ് നിങ്ങൾക്ക് തരും. ഈ നല്ല യേശു കർത്താവുമായി നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ജീവിതം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഏത് സാഹചര്യത്തിലും കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് വാതിലുകൾ തുറക്കുന്ന കാഴ്ച നിങ്ങൾ ഇന്നു മുതൽ കാണാൻ തുടങ്ങും. ദൈവത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞെ. കർത്താവ് നിൻ്റെ കൂടെ തന്നെയുണ്ട്. നിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയോ നിന്നെ അലട്ടുന്ന സാഹചര്യങ്ങളെയോ ഓർത്ത് നീ പേടിക്കണ്ട. യേശു നിൻ്റെ കൂടെയുണ്ട്. യേശു നിൻ്റെ കൂടെയുണ്ട്. യേശു നിൻ്റെ കൂടെയുണ്ട്. ഈ കാര്യങ്ങൾ നീ ആരോടും പറയണ്ട. നീ ചെയ്യുന്ന ഈ കാര്യം നീ ആരോടും ഷെയർ ചെയ്യുകയും വേണ്ട. ഇത് നിന്നിൽ മാത്രം അലിഞ്ഞു ചേരുന്നൊരു രഹസ്യമായിരിക്കട്ടെ. ഈ ശുശ്രൂഷ കാണുന്നവർ അവരത് ചെയ്തോട്ടെ. പക്ഷേ നീ കർത്താവിൽ തുടങ്ങുന്ന ഈ ധൈര്യപൂർണമായ ചുവടുവെപ്പ് എന്നും നിനക്ക് സന്തോഷങ്ങൾ തന്നെ ഉണ്ടാക്കിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വേള ഞാൻ നിങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നീട്ടുക. ഞാൻ നിങ്ങളുടെ കൈകളിൽ ഒന്ന് പിടിക്കട്ടെ. യേശുവേ, എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങയുടെ കരത്തിൽ തരുന്നു. ഇത് കർത്താവിൻ്റെ കരത്തിലോട്ട് ഞാൻ അങ്ങ് കൈമാറുകയാണ്. ഇന്നു മുതൽ അങ്ങ് ഇവരുടെ കരം പിടിച്ചു കൊള്ളണമേ. യേശു ഇവരുടെ മുമ്പിൽ നടക്കുന്ന ദിനങ്ങളാണല്ലോ. സന്തോഷം ഇവർക്ക് അനുഭവിപ്പാൻ ഈ വേള സാധിക്കുന്നല്ലോ. വ്യക്തമായിട്ട് ഇവരുടെ കൈയുടെ അറ്റത്ത് തരിപ്പുണ്ടാകട്ടെ. ഇവർക്കെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഇപ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ അനുഭവിക്കട്ടെ. ഒരു ചൂടോ, ഒരു വിറയലോ, ഒരു തണുപ്പ്, സംതിങ് സ്പെഷ്യലായത് ഇപ്പോൾ തന്നെ ഇവരുടെ കൈകളിൽ അനുഭവപ്പെട്ടു തുടങ്ങട്ടെ. ഈ കേട്ട വാക്കുകൾക്കകത്ത് നൂറുകണക്കിന് ദൈവദൂതന്മാരുടെ സഹായം ഇവർക്ക് വേണ്ടി ഇറങ്ങി വന്നിരുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്ന വിധത്തിലുള്ളൊരു ആത്മീക അനുഭവം ഇവരുടെ ഈ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഥ, സ്നേഹം നിറഞ്ഞ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇവർക്ക് വേണ്ടി ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഉത്തരം തുറന്നു വരുന്ന ഒരു വാതിൽ യേശു തുറന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്. പറഞ്ഞേ, താങ്ക് യു ജീസസ്. വീണ്ടും പറയൂ, താങ്ക് യു ജീസസ്. ഒരിക്കൽ കൂടെ പറയൂ, താങ്ക് യു ജീസസ്. ഒരു പ്രാവശ്യം കൂടെ പറയൂ, താങ്ക് യു ജീസസ്. ഇനി ഉള്ളിൽ തട്ടി നമുക്ക് പറയാം, ഐ ലവ് യു ജീസസ്. എല്ലാവരിലും സന്തോഷം ഉണ്ടാകട്ടെ. എല്ലാവരിലും സമാധാനം നിറയട്ടെ. കാര്യങ്ങളെല്ലാം ഭദ്രമായിരിക്കാൻ സ്തോത്രം.
ഞങ്ങളുടെ യേശുവപ്പ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ച് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹാപ്പി ആയോ? സമാധാനമായോ? സന്തോഷമായോ? നിങ്ങളുടെ അരികിലേക്ക് അടുത്ത ദൂതുമായിട്ട് ഞാൻ ഓടിയെത്തും. നിങ്ങൾക്കുണ്ടായ ഈ ശുശ്രൂഷയ്ക്കകത്തെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകൂ. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. നാളെ ആരാധനയുണ്ട് കോട്ടയത്ത്. വരാൻ പറ്റുന്നവരെല്ലാവരും വരണം. ഓക്കെ. രാവിലെ 9:30 വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. കോട്ടയം IMA ഹാളിൽ. ഈ ദിവസങ്ങൾ വളരെ മനോഹരമായിരിക്കും. കർത്താവ് കൂടെ നടക്കും. നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നീ ചെയ്യുന്നതെല്ലാം നന്നായി വരട്ടെ. നീ പോകുന്നിടത്തെല്ലാം നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു കുഞ്ഞേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നമ്മളുടെ കൂടെ എപ്പോഴും 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 ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.